ഹായ് ഓൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചീസ് പാസ്തയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാളയും തക്കാളിയും ക്യാപ്സിക്കും ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം ഈ സവാളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കാരണം ക്യാരറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാനിവിടെ ചേർത്തിട്ടുണ്ടാകും. അതോട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ അത് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ മുട്ടയൊന്നും പൊട്ടിച്ചൊഴിക്കുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാസ്ത ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അതോടെ നമുക്കിതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീസ് ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് പാസ്തയുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി തന്നെയാണ് കേട്ടോ. ഇതിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഹെൽത്തി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ എന്തായാലും പാസ്ത ഇഷ്ടപ്പെടാത്ത കുട്ടികൾ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ കുറേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ പാസ്തയുടെ കൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് നന്നായിട്ട് അങ്ങ് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.